അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വചനം പറയാണ്. ഈശോ പറയാണ്, അവൻ അവരോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് എന്നത് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കും. എപ്പോഴും പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. ഒരു ദിവസം കൊണ്ട് അവിടെ നമ്മൾ കാത്തിരിക്കണം. അടുത്ത് പറയാണ്, വചനം പറയുന്നുണ്ട്, എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ വേറെ താമസിക്കാതെ പരിശുദ്ധാത്മാവിന് സ്നാനം നൽകുക. അങ്ങനെ പരിശുദ്ധാത്മ സ്നാനമുണ്ട്, ബാപ്റ്റിസം ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അരൂപി നമ്മൾ പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു അനുഭവം. അപ്പൊ അത് നിറയുമ്പോഴാണ് പിന്നെ ഈശോയുള്ള അത്യഗാധമായൊരു സ്നേഹം, അത്യഗാധമായൊരു പ്രേമം, സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുക, രക്തസാക്ഷിയാകാൻ, ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കുക. നമ്മളെല്ലാവരും ഉപേക്ഷിക്കും. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെയും ബന്ധുക്കളെയും മിത്രങ്ങളെയും സുഖങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ കൊണ്ടുപോകുന്നത് ഈ പരിശുദ്ധാത്മാവ്. ഈശോയ്ക്ക് വേണ്ടി മാത്രം, അവന്റെ ജീവിതം അല്ല, അവളുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി മാത്രമാകുന്നു. അപ്പൊ അങ്ങനെ ആക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ഈശോയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുക. വേറെ ഒന്നും നമ്മുടെ മനസ്സിലില്ല. കാരണം വേറെ ഒന്നിനും അർത്ഥമില്ല. ഒരർത്ഥവും നമ്മൾ വേറെ ഒന്നിലും നമ്മൾ കണ്ടുന്നില്ല. അതാണ് 2 കൊരിന്തോസിന്റെ 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വചനം. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കണം. ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു പോകും. പലപ്പോഴും പരിശുദ്ധാത്മാവ് പറയുന്നവന്റെ ബാഹ്യ മനുഷ്യൻ അവന്റെ ഭൗതിക ജീവൻ നോക്കുമ്പോൾ വലിയ പേരോ പെരുമയോ അഡ്രസ്സോ അല്ലെങ്കിൽ വലിയ വലിയ വസ്ത്രമോ ഒന്നും കാണില്ല, ഭൗതിക കുറഞ്ഞു പോകണം. അപ്പം ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കും. അത് ഉറപ്പാണ്. പരിശുദ്ധാത്മ പറയുമ്പോൾ ബാഹ്യമായത് കൂടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാഭിഷേകം അല്ലെന്ന് ഞാൻ പറയും. വെരി സോറി. ചിലപ്പോൾ പരിശുദ്ധാത്മാവിലേക്ക് വരുമ്പോൾ ഒരുപാട് ഭൗതിക നേട്ടങ്ങളുണ്ട്. പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഞാൻ വിശ്വസിക്കും. കാരണം വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുമ്പോൾ നമ്മളെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു. അതാണ് നമ്മൾ കണ്ടത് ഫ്രാൻസിസ് അസീസിയിൽ, ഫ്രാൻസിസ് സേവിയറിൽ, പദ്രപ്പിയയിൽ, അനേകം പുണ്യവാന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ പത്രോസ്ലീഹായിൽ, പൗലോസിലും ഒക്കെ കാണാൻ പറ്റിയ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാഹ്യ നേട്ടങ്ങൾ ഒന്നും ഇല്ലാതായി തീരുക. എന്നിട്ട് അവർ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്ന വലിയ ദൈവികമായ അനുഭവങ്ങൾ അവർക്കുണ്ടാകുകയാണ്. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികമാണ്. ശരിക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്ക് ജീവിതത്തിന്റെ ഏത് ക്ലേശവും, രോഗമാകട്ടെ, തകർച്ചയാകട്ടെ, ജോലി പ്രശ്നമാകട്ടെ, കുടുംബം, എല്ലാം നിസ്സാരമാണ്, ക്ഷണികമാണ്. അത് ക്ഷണികമായിട്ട് ചിന്തിക്കാൻ പ്രേരണ നൽകും പരിശുദ്ധാത്മ. ഞാൻ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളും വേദനകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സഹനത്തിൽ ഞാൻ എനിക്ക് ആ ദുഃഖിച്ച് ഒത്തിരുന്ന് പോകാറില്ല. കുറച്ചു നേരം, ഞാൻ പറയാറൊരു 24 മണിക്കൂർ ഒരു പരിശുദ്ധ കുർബാന, അടുത്ത ദിവസം രാവിലെ കുർബാന അർപ്പിച്ച് കഴിയുമ്പോൾ എൻ്റെ ദുഃഖം മാറി. ഒരു പ്രത്യാശ ഭയങ്കരമായിട്ട് തരേ. ഏത് ഘട്ടത്തിൽ നിന്നുകൊണ്ട് പറന്നുയരാനുള്ള ആ ഒരു ഉണർവ്, ഒരിക്കലും തളർന്നു പോകാനോ ഡിപ്രസ്ഡ് ആകാനോ ഒന്നും പോകുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമായിട്ട് മാറുക. അതാണ് റോമാലേഖനം 5:5. പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല, നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് ഏതവസ്ഥയിലും ദൈവം വഴി നടത്തുമെന്നുള്ള വലിയൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണർത്തിക്കൊണ്ടുപോകാൻ